CPIM സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്നത് ഹിന്ദു വിഭാഗത്തിലെ ഈഴവ സമുദായമാണ്. കാരണം അവരുടെ വോട്ട് ബാങ്ക് അതിശക്തമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും CPIM പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയുന്നത്. ഒരുപക്ഷെ CPIM സംബന്ധിച്ചിടത്തോളം അത്രയും ശക്തമായ ഒരു വോട്ട് ബാങ്ക് മറ്റൊരു വിഭാഗത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ എത്ര വർഗീയത പറഞ്ഞാലും വെള്ളാപ്പള്ളിയെ വെള്ളപൂശാൻ പിണറായി വിജയൻ ഒടുവിൽ വരും എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി വളരെയധികം കാലമായി പിണറായി വിജയനെ താങ്ങി നിൽക്കുകയാണ്. അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമല്ല, വെള്ളാപ്പള്ളിക്ക് പല ആവശ്യങ്ങളും ഉണ്ട്. മലപ്പുറം ജില്ലയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിലും അതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ വലിയ തോതിൽ അഭിനന്ദിക്കുകയും കുമാരനാശാൻ പോലും SNDP യോഗം ജനറൽ സെക്രട്ടറി പദത്തിൽ 16 കൊല്ലമേ ഇരുന്നുള്ളൂ, അതേസമയം മഹാനായ വെള്ളാപ്പള്ളി 30 കൊല്ലത്തിലേറെ കാലമായി സേവനമനുഷ്ഠിക്കുന്നു എന്നൊക്കെ അങ്ങ് തട്ടിവിട്ടു. കുമാരനാശാൻ്റെ യോഗ്യത എന്താണെന്നും അദ്ദേഹം കേരള നവോത്ഥാനത്തിന് വഹിച്ച പങ്ക് എന്താണെന്നും എല്ലാവർക്കും അറിയാം. അതുമായി താരതമ്യം ചെയ്യാൻ വെള്ളാപ്പള്ളി നടേശനെ പോലൊരു വ്യക്തിയെ പിണറായി വിജയൻ ഉപയോഗിച്ചു എന്ന് പറയുന്നത് തന്നെ ശ്രീനാരായണ ഗുരുവിനെ വലിയ തോതിൽ അംഗീകരിക്കുന്ന, ആദരിച്ചു പോകുന്ന ജനലക്ഷങ്ങളോട് കാണിക്കുന്ന നീതികേടാണെന്ന് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആരായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പഠിക്കേണ്ടതാണ് എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. PM സുധീരനും അതേ അഭിപ്രായം തന്നെയാണ്. ഒരുപക്ഷെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഇല്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഏത് കൂട്ടുകെട്ടുണ്ടാക്കിയും മൂന്നാമതും അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈഴവ വോട്ടുകൾ BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം BJPക്ക് അകത്തുള്ള ഈഴവ നേതാക്കളിലേക്ക് വോട്ട് ഷെയർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശോഭാ സുരേന്ദ്രനും V മുരളീധരനുമൊക്കെ ഈഴവ നേതാക്കളാണ്. അവർ BJPയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവരുടേതായ മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് ഷെയർ ഗണ്യമായി വർദ്ധിച്ചു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷം വോട്ടുകളാണ് കരസ്ഥമാക്കിയത്. BJP സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ നേടുന്ന ഏറ്റവും വലിയ വോട്ട് ഷെയറാണത്. V മുരളീധരൻ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ 3,15,000 വോട്ടുകൾ നേടിയെടുത്തു. അവിടെ CPIM സ്ഥാനാർത്ഥിയായ V ജോയിയുടെ വോട്ടാണ് വലിയ തോതിൽ നഷ്ടമായത്. സമ്പത്തും അനിരുദ്ധനും വർക്കല രാധാകൃഷ്ണനുമൊക്കെ വിജയിച്ചു പോന്ന ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ഈഴവ വോട്ടുകൾ കൃത്യമായി BJPയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അത് CPIM വല്ലാതെ വിറളി പിടിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശാൻ പിണറായി തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത്.